എവിടെ പോന്നേ? ഏത് കടയില്? ചാറ്റ്വേഴ്സ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇന്ന് പുറത്ത് പോവുകയാണേ. അയ്യർക്കുട്ടിക്ക് കുറേ ദിവസമായിട്ട് പാനിപ്പൂരി മസാലപ്പൂരിയൊക്കെ കഴിക്കാനൊരാഗ്രഹം. അപ്പം ഞങ്ങൾ ഇന്നത് സാധിച്ചു കൊടുക്കാൻ പോവുകയാണേ. അപ്പോൾ നെടുങ്കണ്ടത്ത് അങ്ങനത്തെ ഒരു ഷോപ്പുണ്ട്. അപ്പം പുതിയ ബാഗാണോ? ബാഗിൻ്റെ അത് പൈസ ഉണ്ടോ? ഇല്ലേ? ചുമ്മാ സ്റ്റൈലിന് ഇട്ടേക്കുന്നതാണോ? അയ്യാ, ഈ ഹെയർ ബാൻഡ് പുതിയതാണോ? കൊള്ളാലോ. സുന്ദരിയായിട്ടുണ്ടോ എന്ന് ചോദിച്ചേ. കൈകൊട്ടി കാണിച്ച കൈകൊട്ടി. ഞങ്ങൾ പോയിട്ട് വരാന്ന്. അപ്പോൾ കൂട്ടുകാരി കാണുന്നതാണ് നെടുങ്കണ്ടം ടൗണ്. അപ്പോൾ ഇതൊക്കെ പുതുതായിട്ട് വന്ന കുറേ ഷോപ്സൊക്കെയാണ്. അപ്പോൾ ഈ വഴിക്ക് പോകുമ്പോഴാണ് ചാറ്റ്വേഴ്സ്. മിക്കവാറും തുറക്കാൻ ചാൻസസ് ഇല്ല. എല്ലാ ദിവസവും തന്നെ, മിക്ക ദിവസം തന്നെ അത് ഓഫാണ്. അപ്പോൾ ഇച്ചാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഇന്ന് കാണാൻ ചാൻസ് കുറവാണ്. പറഞ്ഞു തീർന്നില്ല. നമ്മൾ നോക്കിയപ്പോൾ അത് ക്ലോസ്ഡ് ആണ് ഇന്ന്. പിന്നെ നമ്മൾ വേറെ സ്പോട്ട് നോക്കി പോവുകയാണേ. എന്തായാലും നമ്മൾ ഇതിനു വേണ്ടി വന്നതാണല്ലോ. മസാലപ്പൂരി പാനിപ്പൂരി ഒന്നും കിട്ടത്തില്ല. അപ്പോൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു കഫേയാണത്, ലുട്ടാപ്പി ഡൻ. ഞങ്ങൾ അവിടെ പോയി. ഓർഡർ ചെയ്ത് ഏത് ഐസ്ക്രീം? സ്ട്രോബെറി ഐസ്ക്രീം ഓർഡർ ചെയ്തോ? ഈ തണുപ്പത്ത് ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അത്ര മെച്ചമായിട്ട് തോന്നുന്നില്ല. ഞങ്ങൾ സെക്കൻഡ് കഫേയിൽ ചെന്നപ്പം അവിടെ ചാറ്റ്സ് മാത്രമേ ഉള്ളൂ. അയർക്കുട്ടിക്കാണെങ്കിൽ ഐസ്ക്രീം മതി, വേറെ ഒന്നും വേണ്ട. അയർക്കുട്ടിയുടെ മൂഡ് ഫുൾ ഓഫായി. ഇച്ചാനാണെങ്കിൽ ആ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി അവിടെ ഗെയിംസൊക്കെ കളിച്ചു കഴിക്കുന്നു. പക്ഷേ അവരുടെ ആംബിയൻസ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ലുട്ടാപ്പി ഡൺ എന്നാണ് അവരുടെ കഫേയുടെ പേര്. അപ്പോൾ ഇത് ലുട്ടാപ്പിയുടെ കുറേ ഫോട്ടോസും എന്തോ ഒരു നല്ല രസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഇച്ചാനും ഓരോ കട്ട്ലറ്റ് ഓർഡർ ചെയ്തു. അയർക്കുട്ടിക്ക് ഐസ്ക്രീം മതിയല്ലോ. അതെ, സ്ട്രോബെറി ഫ്ലേവർ ഐസ്ക്രീം ഒക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പുള്ളിക്കാരിക്ക് അതിൻ്റെ അകത്തുള്ള ചോക്കോ ചിപ്സ് ഇഷ്ടമല്ല, ഐസ്ക്രീം മാത്രമേ ഇഷ്ടമുള്ളൂ. അതിപ്പോൾ ഫ്രൂട്ട് സലാഡ് കഴിക്കുവാണെങ്കിൽ ഫ്രൂട്ട്സ് ഇഷ്ടമല്ല, ഐസ്ക്രീം മാത്രം. അങ്ങനെ പിന്മാറാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ പോയി. അത് അവൾക്ക് നന്നായിട്ട് അറിയാം. അത് ഒന്ന് പറഞ്ഞേടി. എന്ന് വെച്ചാ എന്ത് അങ്ങനെ ഫൈനലി ഞങ്ങൾ എത്തിയ ഡെസ്റ്റിനേഷനിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു ലോഡഡ് ഫ്രൈസും ഒരു മൊമോസും സ്റ്റീംഡ് മൊമോസും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം എടുക്കും. അത്ര സമയം അമ്മയുടെ അപ്പയുടെയും കുഞ്ഞാവയുടെ ഒക്കെ വീഡിയോ ഞാൻ ഷൂട്ട് തരാമെന്ന് പറഞ്ഞിട്ട് അയറക്കുട്ടി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കുഞ്ഞിതാണെങ്കിൽ കുരുത്തക്കേട്. അതുമേ പിടിക്കുന്നു, സ്വിച്ചുമേ പിടിക്കുന്നു, ആ ഹോളിൽ കൈ ഇടുന്നു, ഷോക്കടിക്കും, അടി കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പേടിപ്പിച്ച് വെച്ചേക്കാം. പേടിയൊന്നും ഇല്ല. എൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്ത് മടുത്തപ്പോൾ അപ്പയുടെ ഐഫോണിനടുത്തുള്ള ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണ് കുട്ടി. അങ്ങനെ എൻ്റെ സ്റ്റീംഡ് മൊമോസ് വന്നു. എനിക്ക് ഈ മൊമോസ് ഭയങ്കര ഇഷ്ടമാണ് കൂട്ടുകാരെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും മൊമോസ് ഫാൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ.
വന്നില്ലടാ. എൻ്റെ മൊമോസ് വന്നിട്ട് ഐറക്കുട്ടിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഐറക്കുട്ടി ഓർഡർ ചെയ്ത് ഇതുവരെ വന്നില്ല. ഫൈനലി അങ്ങനെ ലോഡഡ് ഫ്രൈസ് വന്നു. ഇഷ്ടം പോലെ ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഈ ഒരു പ്ലേറ്റിന് 250 എന്തോ ആണ്. വെർത്താണ്, നിറച്ചുണ്ട്. ഒരുപാട് ഫ്രഞ്ച് ഫ്രൈസും ചിക്കൻ ആണെങ്കിലും ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ അത് ഐറക്കുട്ടി അത് കിട്ടിയ പാടെ കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയാം പൊള്ളും എന്ന് പറയും. അപ്പോൾ പൊള്ളിയും തോന്നുന്നു, പക്ഷേ പൊള്ളിയെന്ന് പറഞ്ഞാൽ വഴക്ക് കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട് പൊള്ളിയൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ ഇങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്പ്രെഡ് ആവാണ്ടിരിക്കാൻ വേറെ പ്ലേറ്റിലൊക്കെ വെച്ച് കൊടുക്കുകയാണ്. ഈ അന്നക്കുട്ടി ഭയങ്കര അലമ്പാണ് ഗൈസ്. വോയിസ് ഓവർ കൊടുക്കുമ്പോഴെല്ലാം മിണ്ടിക്കൊണ്ടിരിക്കും. അടുത്ത അപ്പോൾ അങ്ങനെ ബില്ലൊക്കെ ചെയ്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. കീപ് സപ്പോർട്ടിങ്.